ഹലോ, ആരാ? ബാങ്ക് മാനേജരോ? ബാങ്ക് മാനേജരാ. പ്ലീസ് ഹോൾഡ് ഓൺ. ഞാൻ അകത്ത് പോണം അല്ലേ? പോണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ റോയിയാണ്. സാർ 2 ദിവസത്തേക്ക് കൂടി ക്ഷമിക്കണം. എന്റെ ഫൈനാൻഷ്യർ ഇന്ന് രാത്രി ഇവിടെ എത്തും. തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ മുഴുവൻ തുകയും ഞാൻ തിരിച്ചടയ്ക്കാം. ശരി ശരി സാർ, എല്ലാം എനിക്കറിയാം സാർ. ഏറിയാൽ ചൊവ്വാഴ്ച. ഇനി ഞാൻ അവധി പറയില്ല. ശരി സാർ. കേട്ടിട്ട് തമാശ തോന്നുന്നു. ആ തമിഴൻ ദേവരെ ഇത്രയ്ക്ക് പൂതി ഇളകി കളഞ്ഞ പെണ്ണ് അവൾ ആരാ? അശ്വതി. 55 വയസ്സ് കഴിഞ്ഞ തേവർക്ക് ആ കൊച്ചു പെണ്ണിനെ കീപ്പായിട്ട് വെക്കണം. അത് ഇടപാടാക്കി കൊടുത്താൽ എന്റെ കടം കുറച്ചു നാളത്തേക്ക് കൂടി നിർത്തിത്തരും. അപ്പൊ ഞാൻ ആരാടാ? ദിവംഗതനായ ഇരിപ്പുങ്കൽ വർക്കിയുടെ മോനാരാ? ബ്രോക്കർ റോയി. അതും ഒരു അൺസക്സസ്ഫുൾ ബ്രോക്കർ. பக்காளி வெட்டிடுவேன். அந்த பொண்ணை செட்டப் பண்ற 4 தடவை சொன்னேன். செஞ்சியா? മുതലാളിന്റെ ദിവസത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കണം. ഇനി അത് നടന്നില്ലെങ്കിൽ കുറച്ച് പണമെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച പണமா? ஏண்டா விளையாடுறியா? கொஞ்சம் பணமா எனக்கு நீ கொடுக்கணும். எவ்வளவு பணம் கொடுக்கற தெரியுமா? പതുക്കെ. നാട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റുകളുണ്ട്. എന്നെ അവമാനിക്കരുത്. இந்த பதுக்குகளுக்கெல்லாம் பேச எனக்கு தெரியாது. நான் சத்தம் போட்டு தான் பேசுவேன். நீ 1 நம்பர் ஃப்ராட்னு எல்லாருக்கும் தெரியட்டும். யோயிர பெட்டி தரையா. சரியா சீக்கிரம். பாத்தியாடா, நீ உங்க அப்பனுமா எனக்கு எழுதி கொடுத்த கடன் பத்திரம் உங்க எஸ்டேட் பூரா திருப்பி கொடுத்தாலும் என் கடனை அடைக்க முடியாதுடா. உங்க கடனை எப்படி வசூல் பண்றதுன்னு எனக்கு தெரியும். உங்க அக்கா தங்கச்சிங்களுக்கு சீதனமா எழுதி கொடுத்தீங்களே சொத்து, அதையும் சேர்த்து அமைக்கிறேன். திருட்டு ராஸ்கல். ஹை, எடியா போட்டியா? முதலாளி ப்ளீஸ். டேய், உனக்கு கொஞ்சம் டைம் கொடுக்கறேன். அது கூட உனக்காக இல்ல, உங்க அப்பனுக்காக. இன்னைய ராத்திரியும் நாளைய பகலும் அதுக்குள்ள. டேய், ஊர்ல வேற பொண்ணே கிடைக்கலன்னு இல்லடா. தேவர் ஒரு பொண்ணை நினைச்சிட்டா அதை முடிச்சிடணும். அது ஏன் பழக்கம் இல்லடா, என் பரம்பரை பழக்கம். வர பாப்பா, நல்லா இருக்கிறியாம்மா? ஐயே, ഈ പാവി എല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലായി. നമുക്കിവിടെ നിക്കക്കളി ഇല്ലെന്നാ തോന്നുന്നു. റോയിയെ സഹായിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാ. ഒന്നുമില്ലല്ലോ, അഭയം തന്നാണല്ലേ. എങ്ങനെ? പറയാം. അല്ലേ, ഇതാരൊക്കെയാ? വാങ്ങ സാർ, വാങ്ങൂ. അല്ല, പരിചയപ്പെടലൊക്കെ കഴിഞ്ഞോ? ഒരു സ്ഥലത്ത് വരുമ്പോ അവിടുത്തെ ദിവ്യന്മാരുമായിട്ടൊക്കെ ഒരു വാങ്ങു സാർ, വാങ്ങൂ. ഓരോരുത്തർക്ക് വേണ്ടവരൊക്കെ സെലക്ട് ചെയ്തോ. എനിക്ക് വേണ്ട വിളക്കേര് നിങ്ങൾ സെലക്ട് ചെയ്തല്ലോ. ആരാടി അമ്മിണി? ഇടി, അമ്മിണി ആരാണെന്ന്? അമ്മിണി ഇന്ത കൂട്ടത്തിലില്ല സാർ, ഞാൻ കൂപ്പിട്ട് പറഞ്ഞു. നിങ്ങൾ തുടങ്ങി. അവിടെ വിളിക്കുന്നു. ആര്? റോയ് സാറിന്റെ ഫ്രണ്ടാ, പുറത്തുനിന്ന് വന്നതാ. ആരായാലും എനിക്ക് വയ്യെന്ന് പറ. വയ്യെന്നോ? ആരാണ് അവള്? വേശ്യാലയത്തിലെ ശീലാവതിയോ അതോ സദാചാരത്തിന്റെ കാവൽ മാലാക്കയോ? വിളിയാണ്. അത് വന്ന് അമ്മണി ആര് പറഞ്ഞു? അടിക്കില്ലേ, അങ്ങനെ വരുന്നേ. മോളെ വിളിക്കണം.
ആരാടാ ഇയാള്? മുതലാളി, ആരാ മുതലാളി? എങ്ക മുതലാളി. ഓ, താനാണല്ലേ മത്തായി. എവിടോ അമ്മണി? വിളിയോ, എനിക്ക് അവളെ വേണം, അവളെ മോളെ വേണം, വിളിയടാ. ഒന്ന് അടങ്ങ്, നമുക്കൊക്കെ വഴിയുണ്ടാക്കാം. എവിടെ അവള്? അന്ത റൂമിലുണ്ട് സാർ. എവിടെ അവള്? ബഹളം കെട്ട് ഇറങ്ങി ഓടിക്കാണും. അവര് തമ്മിൽ കണ്ടോ? ഇല്ല, രക്ഷപ്പെട്ടു. എവിടെ അമ്മണി മോളും? അവൾ ഈ ബഹളം കേട്ടതിൽ പോയെന്ന് തോന്നുന്നു. നീ ആ റോയിയെ പറ്റിച്ച പോലെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. ബഹളം വെക്കാൻ സാറേ, ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? പിന്നെ പബ്ലിക് പ്ലേസ്. സാറ് വാ, എടാ, നീ നമുക്ക് വലിയ പോകാം. വാചകമൊന്നും അടിക്കാൻ വാ, ഞാനില്ലേ കള്ളനാണ്. കയ്യെന്ന് വിട. എടാ, ഇവിടെ വിടണം. നമ്മൾ ഇവിടെ വന്ന് ന്യായമായ ഒരു കാര്യത്തിനാ. അവൾ എന്തിനാ ഇറങ്ങി ഓടണം? അവൾ ആരാ? ശീലാവതിയോ? അത് അവിടെ ചേച്ചിയോ? അതൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ പോലെ തന്നെയല്ലേ അവളും. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. നീ വിടറാ. നമ്മൾ വന്ന കാര്യം സഹിക്കാതെ പോകുന്ന പ്രശ്നം. ശരിയാവുന്നില്ലേ പറയുന്നത്? എടാ മത്തായി, ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് അവളെയും മോളെയും റോയിയുടെ ബംഗ്ലാവിൽ എത്തിച്ചില്ലേ കുട്ടപ്പായുടെ സ്വഭാവം നീ മനസ്സിലാക്കും. അച്ഛൻ വണ്ടിലോട്ട് കയറിയട്ടെ, കേറേ. എന്താണ് നോക്കിയിരിക്കുന്നത്? പോകത്ത്. അമ്മേ, എന്തു പറ്റി? എന്താ ഈ സമയത്ത് തിരിച്ചു വന്നത്? ഞാനിന്ന് അയാളെ കണ്ടുമോളെ. അയാള് തന്നെ. ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ആ ശബ്ദം അയാളോ? ആരുടെ കാര്യം അമ്മ ഈ പറയുന്നത്? അയാൾ എന്നെ തേടി വന്നതാ. എന്നെ ചതിച്ചത് പോരാഞ്ഞ് വർഷങ്ങളായിട്ടും പിന്നെയും പക. ഇപ്പൊ എന്റെ മോളെ കൂടി. കൊല്ലും ഞാൻ അവനെ. ഇന്ന് വരെ അയാളെ മനസ്സിൽ പോലും ഞാൻ അവനൊന്ന് വിളിച്ചിട്ടില്ല, വെറുത്തിട്ടില്ല. കുറച്ചു സമയം മുമ്പ് വരെ. അമ്മേ, അതേ മോളെ, ചിരിച്ചു കാണിക്കും, സ്നേഹം അഭിനയിക്കും. ചതി പറ്റുമ്പോൾ കൂടി നമുക്ക് അയാളെ വെറുക്കാൻ കഴിയില്ല. അതാ അയാള്. അമ്മേ, പാവപ്പെട്ട നിന്റെ അമ്മയെ അയാൾ ചതിക്കായിരുന്നു. വേണമെന്ന് വിചാരിച്ച് ഒരു തമാശയ്ക്ക്